പിന്നെ ഷൂട്ടി ഇന്ന് ബീഫ് കറിയൊക്കെ വെച്ചിട്ടില്ലടി, പഴംപൊരി ഉണ്ടാക്കി. എത്ര ആൾക്കാരെ വീഡിയോ ഇടുന്ന പഴംപൊരിയുടെ, ബീഫും പഴംപൊരി. എന്റെ ഏട്ടാ നമ്മൾ ഇന്നാള് പഴംപൊരി ഉണ്ടാക്കിയതല്ലേ. അവന്റെ ആഗ്രഹം അല്ലടി, ഉണ്ടാക്കി കൊടുക്ക്. അതന്നെ അവന് ബീഫിന്റെ ഒപ്പം കഴിക്കാനല്ലേ, ഉണ്ടാക്കി കൊടുക്ക്. ശരി, ഉണ്ടാക്കാം. ഏട്ടന്റെ ആഗ്രഹമല്ലേ പഴംപൊരിയും ബീഫും കഴിക്കണമെന്ന്, ഉണ്ടാക്കി കൊടുത്തേക്കാല്ലേ. നമ്മൾ ഇതിനു മുമ്പും പഴംപൊരിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്, എന്നാലും കാണാത്തവർക്കായിട്ട് നമുക്കൊരു പ്രാവശ്യം കൂടി ഉണ്ടാക്കാം. നമ്മൾ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന പഴക്കതയെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നമ്മുടെ ഇഷ്ടത്തിന് 2ആയിട്ടോ 3ആയിട്ടോ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനാണ്. ഞാനിപ്പോൾ ഇവിടെ ചിലത് 2ഉം ചിലത് 3ഒക്കെ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്കുള്ള കൂട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് മൈദപ്പൊടിയും പിന്നെ കുറച്ച് അരിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു കുറച്ച് ഏലക്കായ പൊടിച്ചതും പിന്നെ മഞ്ഞപ്പൊടി, പിന്നെ നമ്മൾക്ക് അതിലേക്ക് നമ്മളുടെ ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് ഒരു കുറച്ച് എള്ളും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു നുള്ളുപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഇത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് ലൂസാക്കിയിട്ട് നമ്മൾ മാവ് കലക്കരുത് കേട്ടോ. നമ്മളിതേ കലക്കി വെച്ചിട്ടുള്ള മാവിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പഴങ്ങൾ മാവിലേക്ക് ഇട്ടിട്ട് ഒന്ന് മുക്കി എടുത്തിട്ട് തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമുക്ക് ബാക്കിയുള്ള എല്ലാ പഴങ്ങളും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഇതിനു മുമ്പ് പഴംപൊരിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇത്തിരി കൂടെ വെറൈറ്റി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതേ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. കഴിച്ചിട്ട് ഒരു അഭിപ്രായം പറയട്ടെ. അമ്മേ ബാ, ബീഫും പഴംപൊരി എത്തിയിട്ടുണ്ട്. ആ, ഉണ്ടാക്കിയാ? എങ്ങനെയുണ്ട് നോക്കട്ടെ, സൂപ്പറായി നോക്കട്ടെ. നിന്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയതല്ലേ, നീ കഴിക്കി. വെറുതെ കേട്ടോ ആൾക്കാര്. മോഹൻലാലിന്റെ ഫേവറേറ്റ് ആണ് ഈ സാധനം. ടേസ്റ്റ് തന്നെയാ. ടേസ്റ്റ് ഉണ്ട്, കഴിച്ചോ. ഒരു കഷ്ണം വയ്ക്കുക, ഞാൻ വിചാരിച്ചില്ല അമ്മ ഇത്ര ടേസ്റ്റ് ഉണ്ടാവും. ടേസ്റ്റ് ഉണ്ട്, സൂപ്പറാ. ബീഫും പഴംപൊരി, മുട്ട. ആൾക്കാരിങ്ങനെ വീഡിയോ ഇടുമ്പോ നമുക്ക് കൊതി വരും. അപ്പൊ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ലേ, സത്യല്ലേ? നമ്മൾ കഴിക്കേ. കഴിച്ചോ, നിന്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയതല്ലേ, കഴിക്കി.